ഹായ് ഹലോ. അപ്പം ഈ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊരു മൂകാംബികയിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് അധികം ലേറ്റ് ആയിട്ടുണ്ട്, കാരണം എൻ്റെ ക്ലാസ് എക്സാംസ് അതൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ലാഗ് ആക്കിയതിന് ഫസ്റ്റ് തന്നെ സോറി പറയാണ്. ഇനിയുള്ള വീഡിയോസ് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം നമ്മൾ അവിടെ മൂകാംബികയിലെത്തി നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമ്മളൊരു ചായ പിന്നെ മസാല ദോശ അതൊക്കെ കഴിച്ചു. മൂകാംബിക അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലായിരുന്നു ഞങ്ങൾ പോയത്. അവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഭക്ഷണം കഴിച്ച് നെക്സ്റ്റ് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പം അമ്പലത്തിലേക്ക് പോകുമ്പം എന്തായാലും ഒരു പൂവ്, മുല്ലപ്പൂ ചൂടുന്നതാണല്ലോ അതിൻ്റെതായ ഒരു ഇത്. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് ഒരു പൂക്കാരി ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചീനോട് നമ്മൾ കുറച്ച് മുല്ല മേടിച്ചു. നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് ദീപാരാധന തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അവിടെ നല്ല തിരക്കായിരുന്നു. കുറേ അധികം ക്യൂ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും അവസാനത്തെ ഏതോ ഒരു ക്യൂവിൽ നിന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അധികം നമ്മൾ കാത്തു നിന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ലൈൻ ഇങ്ങനെ പോകുന്നതനുസരിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോയി. അന്ന് എന്തുകൊണ്ടാണ് അത്ര ക്യൂ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ജനുവരി മാസത്തിലാണ് ഞാൻ അന്ന് പോയത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. പൊതുവെ എനിക്ക് തോന്നുന്നു മൂകാംബിക അങ്ങനത്തെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അധികവും ഇത്രയും നല്ല ക്യൂകളും നല്ല തിരക്കായിരിക്കുമെന്ന് തോന്നുന്നു. ജഗജ്ജാലപാലം ഗജത്കണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നഭോ നീലകായം ദുരാവാരമായം സുപദ്മാസഹായം ഭജേഹം ഭജേഹം. സദാ ബോധിവാസം ഗലപുഷ്പഹാസം ജഗത്സന്നിവാസം ശതാദിത്യഭാസം ഗദാ ചക്രശസ്ത്രം ലസത്പീതവസ്ത്രം ഹസച്ചാരുവക്രം ഭജേഹം ഭജേഹം. രമാകണ്ഠഹാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃതാനേകരൂപം ഭജേഹം ഭജേഹം ഭജേഹം. ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനേകഹേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം. കൃതാം
जगदीशयानं विमुक्तेर्निदानं हरारातिमानं स्वभक्तानुकूलं जगद्वृक्षमूलं निरस्तार्थशूलं भजेऽहं समस्तामरेशं द्विरेफाभगेशं जगद्विम्बलेशं हृदाकाशदेशं सदा दिव्यदेहं विमुक्ताखिलेऽहं सुवैकुण्ठगेहं भजेऽहं सुराले बलिष्ठं त्रिलोके वरिष्ठं गुरूणां गरिष्ठं स्वरूपैकनिष्ठं सदा युद्धधीरं महावीरवीरं भवाम्भोधितीरं भजेऽहं रमावामभागं दलानग्ननागं कृताधीनयागं गतारागरागं मुनित्रैः सुरैः सम्परीतं गुणौघैरतीतं भजेऽहं അങ്ങനെ ക്ഷേത്രദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ അന്ന് രാത്രി അവിടുത്തെ അടുത്തുള്ള കടകളൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബായ്.